The word bank is derived from the Latin word bancus. ഒരു 4-5 വേർഷനിലൂടെ എന്ത് ബാങ്ക് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ഒരു കൂട്ടർ പറയുന്നത് ലാറ്റിൻ വേർഡായ ബാങ്കസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ബാങ്ക് ഡിറൈവ് ചെയ്തതെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നത് ഇറ്റാലിയൻ വേർഡായ ബാങ്കോയിൽ നിന്നാണ് ബാങ്ക് ഡിറൈവ് ചെയ്തതെന്നാണ്. ഓക്കെ, അപ്പൊ ലാറ്റിൻ വേർഡ് ബാങ്കസ്, ഇറ്റാലിയൻ വേർഡ് ബാങ്കോ. ഇനി പറയുന്നത് ഫ്രഞ്ച് വേർഡായ ബാങ്കിയുടെ സ്പെല്ലിങ് BANQUE ആണ് ബാങ്കി എന്ന് പറയുന്നത്. അപ്പം ബാങ്കി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ബാങ്ക് ഡിറൈവ് ചെയ്തതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ വേർഡ് പറയുന്നുണ്ട്. ജർമ്മൻ വേർഡ് ബാങ്ക് BANK എന്ന് പറയുന്ന, അല്ലെങ്കിൽ BANC എന്ന് ചിലർ പറയുന്നുണ്ട്. BANC എന്നോ BANK എന്നോ പറഞ്ഞാലും കുഴപ്പമില്ല. അതാണ് ജർമ്മൻ വേർഡ്. ബെഞ്ച് അല്ലെങ്കിൽ ഹീപ്പ് ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് മണി, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ എല്ലാം മീനിങ് പറയുന്നത്. എന്താണ് ബാങ്കിന്റെ മീനിങ്? ബാങ്കിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ യൂസർ ഓഫ് മണി ആൻഡ് ദ സേവർ ഓഫ് മണി. സേവർ ഓഫ് മണി നമുക്ക് ആദ്യം പറയാം, അതാ ശരി. അതായത് എ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ സേവർ ഓഫ് മണി ആൻഡ് ദ യൂസർ ഓഫ് മണി ഈസ് കാൾഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ ബാങ്കിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ആണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അല്ലയോ? അതായത് മണി ടേംസിലുള്ള കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈസ് എ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. ഇനി ആരും തമ്മിലുള്ളതാ? സേവർ ഓഫ് മണി ആൻഡ് ദ യൂസർ ഓഫ് മണി. ഇവിടുന്ന് ഒരു കാര്യമുണ്ട്. ആരാണ് സേവർ? സേവർ ഓഫ് മണി ആരാണ്? കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സ് ഓഫ് ബാങ്ക്. ഡെപ്പോസിറ്റേഴ്സ് ഓഫ് ബാങ്കിനെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? സേവർ ഓഫ് മണി. അപ്പൊ ആരാണ് യൂസർ ഓഫ് മണി? യൂസർ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ ബോറോവേഴ്സ് അല്ലെങ്കിൽ ലോൺ എടുക്കുന്നവരെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? യൂസർ ഓഫ് മണി. അപ്പൊ നോക്കേ, ബോറോവേഴ്സിനെയും അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിന്റെയും ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ഇന്റർമീഡിയറീസിനെയാണ്, അതും ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിനെയാണ് നമ്മൾ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഈ ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി യൂസ് ചെയ്തത് ആരാണ്? ഏത് രാജ്യക്കാരാണ് ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി യൂസ് ചെയ്തത്? ആരായിരിക്കും? ബാബിലോണിയൻസ്. പണ്ട് കാലങ്ങളിൽ റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മനുസ്മൃതി, അതുപോലെ തന്നെ അർത്ഥശാസ്ത്ര, കൗടില്യന്റെ അർത്ഥശാസ്ത്ര, മനുസ്മൃതി, ഇതൊക്കെയാണ് ഏത് പണ്ട് കാലങ്ങളിൽ റെഫർ ചെയ്തിരുന്നത്. ബാങ്കിങ്ങിനെ പറ്റി, അതിന്റെ കോൺസെപ്റ്റിനെ പറ്റി റെഫർ ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? മനുസ്മൃതിയും പറയാം, നമുക്ക് ഏതും പറയാം. അർത്ഥശാസ്ത്ര പറയാം. ഏതാ അർത്ഥശാസ്ത്ര? ആരുടെയാണെന്നറിയാലോ? കൗടില്യ. ഗോൾഡ് സ്മിത്ത്, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ്, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, ഇവരെ ആയിരുന്നു നേരത്തെ ഉള്ള, ഇന്ന് കാണുന്ന മോഡേൺ ബാങ്കിങ്ങിന് മുമ്പുള്ള അല്ലെങ്കിൽ അതിന്റെ ആൻസസ്റ്റേഴ്സ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാ? ഗോൾഡ് സ്മിത്ത്, മണി ലെൻഡേഴ്സ്, അതുപോലെ തന്നെ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്. പറയാൻ വിട്ടുപോയ ഒരെണ്ണമുണ്ട്, മെർച്ചന്റ് ബാങ്കേഴ്സിനെയും കൂടെ നമുക്ക് ഇതിനകത്ത് പറയാം, ആൻസസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്കിങ്ങിനകത്ത് പറയാം. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആക്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, അതുപോലെ തന്നെ RBI ആക്ട്. ഇതെല്ലാം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ആക്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? BR ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടും അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടുമാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനകത്തെ സെക്ഷൻ 5 സബ്സെക്ഷൻ Bയിലാണ് ഏതിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബാങ്കിങ്ങിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ ഏതിനകത്താണ് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 5Bയിലാണ് ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് എന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് പറയുന്നത് എന്താണ്? വിഡ്രോവൽസ് ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ് എന്ന് പറയുന്ന ആ ഭാഗം. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? അതിന്റെ തുടക്കം എന്ന് പറയുന്നത് എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുന്നത് വിഡ്രോവൽസ് ഓഫ് ചെക്ക്, അതുപോലെ ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ ഓർ അതർവൈസ് എന്ന് പറഞ്ഞ് നിർത്തുന്നതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മറ്റ് രണ്ട് ഡെഫിനേഷനും കൂടെ നമ്മൾ അറിയണം. ഡോക്ടർ H.L. ഹാർട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൺ ഹൂ ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് തുടങ്ങിയിട്ട് അതിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് മണി ഓൺ കറണ്ട് അക്കൗണ്ട്. ആദ്യവും അവസാനവും മാത്രം ഓർത്താൽ മതി. ഇത് ആരാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡോക്ടർ H.L. ഹാർട്ട് എന്ന് പറയുന്ന വ്യക്തി. HART ആണ് ഹാർട്ട്. ഇനി അടുത്ത നമുക്ക് ആരുടെ ഡെഫിനേഷനാ പറയേണ്ടത്? S.A. സെയേഴ്സ്. സെയേഴ്സ്. സെയേഴ്സിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഡെപ്റ്റ് DEBT ഹൂസ് ഡെപ്റ്റ് ആർ എന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് പറയുന്ന ഭാഗം അതർ പീപ്പിൾസ് ഡെപ്റ്റ് ടു ഈച്ച് അതർ. അതർ പീപ്പിൾസ് ഡെപ്റ്റ് ടു ഈച്ച് അതർ. അപ്പൊ ഇത് തെറ്റിപ്പോവരുത്. കഴിഞ്ഞ ഒരു പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചതാണ്. ഹൂ ഡിഫൈൻ ഇറ്റ് എന്ന് പറഞ്ഞാണ് അത് ചോദിച്ചത്.